എന്താ രാധികെ? സർ, ഇന്നാണോ നമ്മുടെ സോങ് ശ്യാമ മാഡം പാടാൻ വരുന്നേ? അതെ, ശ്യാമ മേഡം ഇപ്പൊ സ്റ്റുഡിയോയിലെത്തും. രാധികയ്ക്ക് ഇപ്പൊ സീനില്ലല്ലോ. രാധിക വേണമെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുത്തുള്ളൂ. സർ, അത് സ്റ്റുഡിയോ ഇവിടെ അടുത്തല്ലേ? അതെ. എനിക്ക് അവിടെ വരെ ഒന്ന് പോയി വരാൻ സമയം ഉണ്ടാവോ? എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് രാധികയ്ക്ക് ഷൂട്ടില്ല. എന്ത് പറ്റി പെട്ടെന്ന്? വേറെ ഒന്നുമല്ല സർ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാ ശ്യാമ മാഡം. ഞാൻ കാണാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ നമ്മുടെ സിനിമയിലെ പാട്ടല്ലേ. തനിക്ക് പോണോ? ആ, പോണം സർ. എടോ, അത് വലിയൊരു കാര്യമല്ല. സിനിമയിലെ നായിക ഗായികയെ കാണാൻ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തന്നെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് വിടാം. എന്നിട്ട് നമ്മുടെ PRO ടീമുണ്ട്, അവരെ കൂടി അങ്ങോട്ട് വിടാം. നിങ്ങളെ ഒന്നിച്ച് കാണുമ്പോ മാഡത്തിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു പബ്ലിസിറ്റിയാണ്. അതൊന്നും വേണ്ട സർ. മാഡത്തിന് അതൊന്നും ഇഷ്ടമല്ലെങ്കിലോ ഞാൻ തനിച്ചു പോയി കണ്ടോളാം. ഓ, അത് ശരിയാ. പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ശ്യാമ മേഡം. എങ്കിൽ പിന്നെ രാധിക വെക്കുള്ളൂ. ഏയ് അരുൺ സർ, രാധികയ്ക്ക് സ്റ്റുഡിയോ വരെ പോകാനുള്ള ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ സർ. ഞാൻ വിളിക്കാം. ശരി. എങ്ങോട്ടാ പോകുന്നത്? ഇയാൾക്ക് ശ്യാമ മേഡത്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശ്യാമ മേഡം നമ്മുടെ പാട്ടുപാടാ സ്റ്റുഡിയോയിലുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തതാ. തനിക്ക് സ്റ്റുഡിയോയിലേക്ക് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ? വേണ്ട, എനിക്കവര് വണ്ടി തരുമല്ലോ. താൻ എൻ്റെ കൂടെ വന്നാൽ മതി. തനിക്ക് ശ്യാമ മേഡത്തിനെ കാണുകയല്ലേ വേണ്ടത്. ഇവിടെ താൻ ആ സീറ്റിലൊന്ന് ഇറങ്ങിയിരിക്കേ. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. എന്റെ മനസ്സിടന്ന് തുള്ളിച്ചാടുക. ശ്യാമ മേഡത്തെ കാണാന്ന് പറഞ്ഞാൽ എന്റെ അത്ര വലിയൊരു ആഗ്രഹം. അതെനിക്കും അറിയാമല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ശ്യാമ മേഡത്തിനെ കാണുമ്പോ താനൊന്ന് ഞെട്ടും. എന്തിന്? താൻ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ എങ്ങനെയാണോ അത് തന്നെയാണ് താൻ കാണാൻ പോകുന്നത്. എനിക്ക് മനസ്സിലായില്ല. എടോ, ഞാൻ ഈ ശ്യാമ മേഡത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർക്ക് തന്റെ മുഖച്ഛായുണ്ട്. ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഈ വലിയ വലിയ സെലിബ്രിറ്റീസിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്നത് ചിലരുടെ ഒരു ശീലമാ. ആ, എനിക്ക് അത്തരം ഗോസിപ്പുകളിലൊന്നും ഒരു താല്പര്യമില്ല. എടോ, അവര് തന്നെ പോലെ തന്നെ ഇരിക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചാ മതി. ഒന്നും മിണ്ടായിരുന്നേ. മ്യൂസിക് സ്കൂളിൽ ചെന്നപ്പോ ഏതോ ഒരു കുട്ടിയുടെ അമ്മയെ കണ്ട് ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെ എനിക്ക് നന്നായിട്ടറിയാം. ഇന്നത്തെ ദിവസം ഇതിനാണോ ഉപയോഗിക്കുന്നത്? തന്നോട് പിന്നെ നേരെ ചൊവ്വേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനിപ്പോ തിടുക്കപ്പെട്ട് തന്റെ കൂടെ വന്നത് എന്തിനാണെന്നറിയോ? അതെനിക്കറിയാം. അല്ലേലും എപ്പോഴും എന്റെ പിന്നാലെ ആണല്ലോ. എന്നാലേ ഇപ്പൊ അങ്ങനെ അല്ല. താൻ ശ്യാമ മേഡത്തിനെ കാണുമ്പോ തന്റെ തൊട്ടടുത്ത് ഞാനും ഉണ്ടാവണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. താൻ അവരെ കണ്ട് ഞെട്ടുന്നത് എനിക്കൊന്ന് കാണണം. ഇത് വലിയ കഷ്ടായല്ലോ. ഇങ്ങനാണെങ്കിൽ ഈ സംസാരം നമുക്ക് ഇവിടം കൊണ്ട് നിർത്താം. അത് കൊള്ളാം. ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ട് ഒറ്റയടിക്ക് താനിപ്പോ ശ്യാമ മേഡത്തിന്റെ മാത്രം ആളായി. എന്തൊരു കഷ്ടോ ഇത്. ഒന്ന് വേഗം പോകുന്നുണ്ടോ? അതെ, ഇതിനേക്കാളും വേഗത വേണമെന്നുണ്ടെങ്കിലേ പറക്കേണ്ടി വരും. എങ്ങനെയാണേലും കുഴപ്പമില്ല. എനിക്ക് ശ്യാമ മേഡം പോകുന്നതിന് മുമ്പ് അവിടെ എത്തിയാ മതി. ഇന്നും കൂടെ അത് നടന്നില്ലെങ്കിൽ എനിക്കിതിലും വലിയൊരു സങ്കടം വരെ ഉണ്ടാവില്ല. താൻ സങ്കടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. പക്ഷേ താനത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ.